എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ്. 5-ാം അധ്യായം, അതായത് സർക്കാർ ഓഫീസുകളിലെ ദൈനംദിന ചെലവുകളിലെ ഈ കോണ്ടിൻജന്റ് ചാർജസ്, അത് എങ്ങനെയാണ് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത്, അതിന്റെ നിയമവശങ്ങളാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ചർച്ചയെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് ഈ കണ്ടിൻജന്റ് ചാർജുകൾ എന്ന് നോക്കൂ. പിന്നെ അഡ്വാൻസുകളും ക്യാഷ് മാനേജ്മെൻറ്റും. അതിനുശേഷം പ്രധാനപ്പെട്ട രേഖകളായ ബില്ലുകളും രജിസ്റ്ററുകളും. പിന്നെ എങ്ങനെയാണ് ബില്ലുകൾ സമർപ്പിക്കേണ്ടത്. അവസാനം ചില സ്പെഷ്യൽ ചാർജുകളെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ഈ പറയുന്ന കണ്ടിൻജന്റ് ചാർജസ്? പിന്നെ എന്തിനാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും ഇതിന്റെ റൂൾസൊക്കെ ഇത്ര കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്? ആ ഒരു ബേസിക് കാര്യം നമുക്ക് ആദ്യം തന്നെ ഉറപ്പിക്കാം. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഓഫീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ വേണ്ടി വരുന്ന ചെറിയ ചെറിയ ചെലവുകളില്ലേ, അതാണ് കണ്ടിൻജന്റ് ചാർജുകൾ. ഇത് നമ്മൾ പറയുന്ന സാലറി, അലവൻസ് അല്ലെങ്കിൽ വലിയ കെട്ടിടം പണിയുന്നത് പോലെയുള്ള ചെലവുകളിൽ നിന്നൊക്കെ തീർത്തും വേറെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓഫീസിലേക്ക് കുറച്ച് പേപ്പറും പേനയും വാങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ഫാൻ കേടായാൽ അത് നന്നാക്കുന്നത്, ഇതൊക്കെ ഈ കാറ്റഗറിയിൽ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തിനാണ് ഇതിനെത്ര നിയമമൊക്കെ എന്ന്, അല്ലേ? സംഗതി സിമ്പിളാണ്. ഇത് പൊതുജനങ്ങളുടെ പണമാണ്. അപ്പോൾ അതിന് ഒരു സാമ്പത്തിക അച്ചടക്കം വേണ്ടേ? ഫണ്ട് ആരും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഇത് സഹായിക്കും. ഏറ്റവും പ്രധാനം, ഓഫീസിൽ നടക്കുന്ന ഓരോ രൂപയുടെ ചെലവിനും ഒരു സുതാര്യതയും ഉത്തരവാദിത്വവും വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരേ സാധനം തന്നെ ചിലപ്പോൾ ഓരോ ഓഫീസിലും ഓരോ വിലയ്ക്ക് വാങ്ങുന്ന അവസ്ഥ വന്നേനെ. ഓക്കെ, അപ്പോൾ നമുക്കിനി കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ക്യാഷ് മാനേജ്മെൻറ്റ്. അതായത് ഓഫീസുകളിലെ പണം, പിന്നെ ഈ പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്ന സംഭവം, അതുപോലെ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സ്പെഷ്യൽ പർപ്പസ് അഡ്വാൻസസ്, ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റായി ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആർട്ടിക്കിൾ 101 നോക്കാം. ചിലപ്പോൾ ഗവൺമെന്റ് ഏതെങ്കിലും കേസിലൊക്കെ ഒരു പാർട്ടിയായി വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും കോടതി ചെലവുകൾ വരും. ഈ ലോ സൂട്ട്സിന് പണം വേണ്ടിവരും. അങ്ങനെയുള്ള സമയത്ത് ഇതിനായി ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന് ലോ ചാർജസ് എന്ന പേരിൽ ഒരു അഡ്വാൻസ് തുക മുൻകൂട്ടി വാങ്ങാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഈ പണം ആ കേസിന്റെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. അതാണ് പ്രധാനം. ഇനി ആർട്ടിക്കിൾ 102. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ഓഫീസ് മേധാവി, അതായത് ഹെഡ് ഓഫ് ഓഫീസ്, എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു ഓഫീസിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണിത്. ക്യാഷ് ബുക്കിലെ ഓരോ എൻട്രിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും പരിശോധിച്ച് കയ്യിലുള്ള കാശുമായിട്ട് ഒത്തുനോക്കി എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് അതിലൊരു സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തുകയും വേണം. ഇത് ആ ഹെഡ് ഓഫ് ഓഫീസിന്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും പാടില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു കിടിലൻ റൂളാണിത്. അടുത്തത് പെർമനന്റ് അഡ്വാൻസ്. ആർട്ടിക്കിൾ 105 ഇതിനെപ്പറ്റി പറയുന്നത്. എന്താണിത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ട്രഷറിയിൽ ഒരു ബില്ല് കൊടുത്ത് അത് പാസ്സായി പണം കയ്യിൽ കിട്ടാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ചില ചെലവുകൾക്ക് അത്രയും കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്നുള്ള ചെറിയ ആവശ്യങ്ങൾക്കായി ഒരു ഓഫീസർക്ക് മുൻകൂട്ടി കൊടുക്കുന്ന ഒരു ഫിക്സ്ഡ് തുകയുണ്ട്. അതാണ് പെർമനന്റ് അഡ്വാൻസ്. സിമ്പിളായി പറഞ്ഞാൽ ഓഫീസിൽ ഒരു പെറ്റി ക്യാഷ് അല്ലെങ്കിൽ ഒരു ഇംപ്രസ്ഡ് ഫണ്ട് പോലെ. അപ്പോൾ ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി ഈ ചെലവുകളൊക്കെ എവിടെയാണ്, എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, അതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 103 പറയുന്നതനുസരിച്ച് ഈ കണ്ടിൻജന്റ് ചാർജുകളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന്, കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ്. പേരുപോലെ തന്നെ ഈ ചെലവുകൾക്ക് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ, അതായത് കൺട്രോളിംഗ് അതോറിറ്റിയുടെ കൗണ്ടർ സൈൻ അല്ലെങ്കിൽ അപ്രൂവൽ വേണം. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, നോൺ കൗണ്ടർ സൈൻഡ് കണ്ടിൻജൻസീസ്, അങ്ങനെയല്ല. അത്യാവശ്യമായ ചില ചെലവുകൾ ഓഫീസ് മേധാവിക്ക് സ്വന്തം അധികാരത്തിൽ ആരുടെയും കൗണ്ടർ സൈൻ ഇല്ലാതെ തന്നെ നടത്താൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾ 104. ഇത് പറയുന്നത് എല്ലാ കണ്ടിൻജന്റ് ചെലവുകളും, അത് കൗണ്ടർ സൈൻ വേണ്ടതായാലും വേണ്ടാത്തതായാലും, ഫോം 10ലുള്ള കണ്ടിൻജന്റ് രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിരിക്കണം. അതും എപ്പോൾ? ആ ചെലവ് നടന്ന അന്ന് തന്നെ. ഒരു രൂപയുടെ ട്രാൻസാക്ഷൻ പോലും ഇതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. കാരണം നാളെ ഒരു ഓഡിറ്റ് വന്നാൽ അവർ ആദ്യം നോക്കുന്ന ബുക്ക് ഈ രജിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. എങ്ങനെയാണ് ഒരു കണ്ടിൻജന്റ് ബില്ല് കറക്റ്റായിട്ട് തയ്യാറാക്കി പേയ്മെൻറ്റിനും ഓഡിറ്റിനും വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ, ഇതാണ് പലർക്കും സംശയമുള്ളൊരു കാര്യം. എങ്ങനെ ഒരു കണ്ടിൻജന്റ് ബിൽ കൃത്യമായി സബ്മിറ്റ് ചെയ്യാം? ഇതിന് വളരെ വ്യക്തമായ ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാൻ പാടില്ലാത്ത കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്.
പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ആർട്ടിക്കിൾ 107 അനുസരിച്ച് ഒരു ഡീറ്റെയിൽഡ് ബിൽ പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ആർട്ടിക്കിൾ 108 പറയുന്നതുപോലെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള എല്ലാ സബ് വൗച്ചറുകളും, അതായത് നമ്മൾ സാധനം വാങ്ങിയതിൻ്റെയൊക്കെ ബില്ലുകൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് അവ ക്യാൻസൽ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ആർട്ടിക്കിൾ 110 പ്രകാരം ഈ ബില്ല് സൂക്ഷ്മ പരിശോധനയ്ക്കായി, അതായത് സ്ക്രൂട്ടിനിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുക. ആർട്ടിക്കിൾ 108 പറയുന്ന ഈ കാര്യം ഒരിക്കലും മറക്കരുത്. ഡ്രോയിംഗ് ഓഫീസർ, അതായത് പണം പിൻവലിക്കുന്ന ഉദ്യോഗസ്ഥൻ, എല്ലാ സബ് വൗച്ചറുകളും ക്യാൻസൽ ചെയ്തിരിക്കണം. എന്തിനാണിങ്ങനെ നിർബന്ധം പിടിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരു ബില്ല് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അത് തന്നെ വീണ്ടും ഉപയോഗിച്ച് പണം തട്ടാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഫ്രോഡുകൾ ഒഴിവാക്കാനാണിത്. ആ വൗച്ചർ നിങ്ങൾ ഓഫീസിൽ സൂക്ഷിച്ചാലും ശരി, ഓഡിറ്റിന് അയച്ചാലും ശരി, ക്യാൻസൽഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. അത്ര തന്നെ. ഇനി നോക്കൂ, കൺട്രോളിംഗ് ഓഫീസറിന് എന്തുമാത്രം അധികാരമുണ്ടെന്ന്. ആർട്ടിക്കിൾ 111 പറയുന്നത് പൈസയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഒരു ബില്ല് കൗണ്ടർ സൈൻ ചെയ്യാൻ വരുന്നതെങ്കിൽ പോലും ആ കൺട്രോളിംഗ് ഓഫീസർക്ക് അത് വിശദമായിട്ട് പരിശോധിക്കാം. അതിലേതെങ്കിലും ചെലവ് ശരിയല്ല, നിയമപ്രകാരമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അത് ഡിസലൗ ചെയ്യാം, അതായത് അനുവദിക്കാതിരിക്കാം. അത്രമാത്രമല്ല, ആ തുക ആരാണോ ബില്ല് മാറിയത് ആ ഡ്രോയിംഗ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ ആരാണോ ഉത്തരവാദി അവരിൽ നിന്നും തിരിച്ചുപിടിക്കാൻ ഓർഡർ ഇടാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോ നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കെത്തി. ഇനി നമുക്ക് ചില സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ചാർജുകളെക്കുറിച്ച് നോക്കാം. ഉദാഹരണത്തിന് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഇടപാടുകൾ, ടാക്സ് പേയ്മെന്റുകൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഈ സ്പെഷ്യൽ ചാർജുകൾക്ക് പ്രധാനമായിട്ടും 3 ആർട്ടിക്കിളുകളാണുള്ളത്. ആദ്യം ആർട്ടിക്കിൾ 113. ഇത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചാണ്. അതായത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്നിനൊരു സേവനം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം. ഒരു സിമ്പിൾ ഉദാഹരണം, PWD ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഒരു കെട്ടിടം റിപ്പയർ ചെയ്താൽ അതിന്റെ ചാർജ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇതിൽ പറയുന്നു. അടുത്തത് ആർട്ടിക്കിൾ 114. ഇത് ഒരു ഓഫീസർ വേറൊരു ഓഫീസർക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നാലുള്ള പ്രൊസീജിയറാണ്. പിന്നെ ആർട്ടിക്കിൾ 115. ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള ചെലവുകളെക്കുറിച്ചാണ്. വാടക, മെയിൻ്റനൻസ് കോൺട്രാക്റ്റൊക്കെ ഇതിൽ വരും. ഇനി ആർട്ടിക്കിൾ 117. വളരെ പ്രാക്ടിക്കലായൊരു കാര്യമാണിത്. ഒരു സർക്കാർ ഓഫീസ് ഏത് കെട്ടിടത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ കെട്ടിടത്തിന്റെ മുനിസിപ്പൽ ടാക്സ് അല്ലെങ്കിൽ മറ്റ് ലോക്കൽ ടാക്സുകൾ അടയ്ക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം ആ ഓഫീസിനാണ്. ആ കെട്ടിടം ഗവൺമെന്റിന് സ്വന്തം ബിൽഡിംഗ് ആണോ അതോ വാടകയ്ക്ക് എടുത്തതാണോ എന്നതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ആരാണോ ആ ബിൽഡിംഗ് ഉപയോഗിക്കുന്നത് അവർ ടാക്സ് അടയ്ക്കണം, അത്രയുള്ളൂ. ആർട്ടിക്കിൾ 117 തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി ശ്രദ്ധിക്കണം. ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിക്ക് മുനിസിപ്പാലിറ്റി ചുമത്തിയ ടാക്സ് വളരെ കൂടുതലാണെന്ന്, അതായത് എക്സസീവ് ആണെന്ന് ഒരു ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ അത് മിണ്ടാതെ അടക്കുകയല്ല വേണ്ടത്. പകരം ആ വിവരം നേരെ ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യണം. അന്യായമായ ഒരു ടാക്സിനെ ചാലഞ്ച് ചെയ്യാനുള്ള ഒഫീഷ്യൽ വഴിയാണിത്. അപ്പോൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആർട്ടിക്കിൾ 119 ഒരു ചെറിയ കാര്യം കൂടി ഓർക്കണം. നമ്മുടെ പെർമനന്റ് അഡ്വാൻസ് ഇല്ലേ, അതിൽ നിന്നുള്ള ക്യാഷ് പേയ്മെന്റുകൾ അത്യാവശ്യമുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. പറ്റുന്നത്രയും ട്രാൻസാക്ഷൻസ് ചെക്കോ ഡിജിറ്റൽ പേയ്മെന്റോ ആയിരിക്കണം എന്നൊരു സൂചന കൂടിയാണിത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്? 1. എല്ലാ കണ്ടിൻജന്റ് ചെലവും കണ്ടിൻജന്റ് രജിസ്റ്ററിൽ വന്നിരിക്കണം. 2. ക്യാഷ് ബുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഹെഡ് ഓഫ് ഓഫീസിന്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. 3. എല്ലാ സബ് വൗച്ചറുകളും നിർബന്ധമായും ക്യാൻസൽ ചെയ്തിരിക്കണം. 4. നിയമപരമായ ചെലവുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഇടപാടുകൾ, ടാക്സ്, ഇതിനൊക്കെ അതിൻ്റേതായ പ്രത്യേക നടപടിക്രമങ്ങളുണ്ട്, അത് ഫോളോ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഈ നിയമങ്ങൾ കറക്റ്റായി പാലിച്ചാൽ മാത്രമേ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉറപ്പാക്കാൻ പറ്റൂ. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഫിനാൻഷ്യൽ റൂൾസിനെക്കുറിച്ചുള്ള ഇത്രയും ആഴത്തിലുള്ള അറിവ് നിങ്ങളുടെ ഡെയിലി വർക്കിൽ കൂടുതൽ എഫക്റ്റീവായി, കൂടുതൽ കോൺഫിഡൻസോടെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുക? ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. അപ്പോൾ അടുത്ത തവണ കാണാം. നന്ദി.